നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയുടെ 28 ലോക്സഭാ സീറ്റുകളും ഇന്ത്യ മുന്നണിക്കാണ് എന്ന് DK ശിവകുമാർ ഉറപ്പിച്ച് പറയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. എന്നാൽ നമുക്കറിയാം BJPക്ക് 2014 17 ലോക്സഭാ സീറ്റുകൾ കിട്ടി. 2019 ആയപ്പോൾ അത് 26 ഉയർന്നു. അതായത് BJPക്ക് വലിയ ഹൈപ്പായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞത്. നമുക്കറിയാം 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രതിപക്ഷ സ്ഥാനം പോലും കിട്ടാതിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. എന്നാൽ 2018 ആയപ്പോൾ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 135 സീറ്റുമായി അധികാരത്തിലെത്തിയപ്പോൾ BJPക്ക് കേവലം 66 സീറ്റുകളെ കിട്ടിയുള്ളൂ. എന്നാൽ പരമ്പരാഗതമായ JDS കോട്ടകളായിട്ടുള്ള മൈസൂർ മാണ്ഡ്യ മേഖലയിൽ ഉണ്ടായ തകർച്ച കാരണം കുമാരസ്വാമിക്ക് വലിയ ഇടിവാണ് സംഭവിച്ചത്. ഇക്കുറി കുമാരസ്വാമിയും അതായത് JDSഉം BJPയും തമ്മിലുള്ള ഒരു സഖ്യത്തിൽ വേണ്ടിയാണ് ആദ്യം നിലകൊണ്ടത്. അത് വർക്കൗട്ട് ആവുകയും ചെയ്തു. എന്നാൽ ഈ സഖ്യം വിജയിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാരണം കോൺഗ്രസ് കൃത്യമായി പറയുന്നു JDSന് കാര്യമായ വോട്ടുകളൊന്നും കിട്ടില്ല. JDSൻ്റെ വോട്ടുകൾ മുഴുവൻ കോൺഗ്രസിൻ്റെ പെട്ടിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതിക്കുറിയും ആവർത്തിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. JDSന് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചാൽ അവരുടെ ദേശീയ നേതൃത്വം അല്ലെങ്കിൽ കുമാരസ്വാമിയും ദേവഗൗഡയും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ദേവഗൗഡയ്ക്ക് എന്താണ് പറയുന്നത് എന്ന് പോലും ഒരു സ്ഥലകാല ബോധമില്ലാത്ത രാഷ്ട്രീയ സാഹചര്യമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് കോൺഗ്രസ് വെറുതെയല്ല ആരോപിക്കുന്നു. ദേവഗൗഡ പലപ്പോഴായി രാജ്യസഭയ്ക്കകത്ത് BJPയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. JDS കഴിഞ്ഞ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും കർണാടകയിൽ BJPക്ക് വേണ്ടി പല കളികളും കളിച്ചതാണ്. അതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ JDSനെ മാറ്റി നിർത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് കോൺഗ്രസ് മനസ്സിലാക്കി. അതായത് കോൺഗ്രസ് 2018 78 സീറ്റുകൾ നേടിയപ്പോൾ 37 സീറ്റുകളുള്ള JDSനെ അതായത് കോൺഗ്രസിൻ്റെ 78ഉം 37 കൂടെ ചേർന്നാണ് അവിടെ അധികാരത്തിലേക്ക് എത്തിയത്. എന്നാൽ അവിടെ ഓപ്പറേഷൻ താമരയിലൂടെ BS യെദ്യൂരപ്പ വീണ്ടും മുഖ്യമന്ത്രിയാവുകയായിരുന്നു. എന്നാൽ പ്രായാധിക്യം എന്ന പേര് പറഞ്ഞ് യെദ്യൂരപ്പയെ കേന്ദ്ര നേതൃത്വം ഒതുക്കാൻ ശ്രമിച്ചു. പകരമായി ബസവരാജ ബൊമ്മയെ കൊണ്ടുവന്നു. പക്ഷേ അത് കാരണം ബസവരാജ ബൊമ്മയ്ക്ക് അധികം നാൾ ഭരിക്കേണ്ടി വന്നില്ല. ഇവിടെ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടായി. ബാംഗ്ലൂരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിരവധിയായിട്ടുള്ള മലയാളികൾ ബാംഗ്ലൂരിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ബാംഗ്ലൂർ നഗരത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്ന വ്യക്തിയാണ് കേളചന്ദ്ര ജോസഫ് ജോർജ്, KJ ജോർജ്. അദ്ദേഹം കർണാടകയിൽ മുൻപ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ്. അദ്ദേഹം വിജയിക്കുന്നത് സർവജ്ഞ നഗർ എന്ന് പറയുന്ന മണ്ഡലമാണ്. അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണയും സർവജ്ഞ നഗറിൽ നിന്ന് കിട്ടിയത്. അതുപോലെ തന്നെ മംഗലാപുരം ആ ഭാഗങ്ങളിലൊക്കെ വലിയ ആധിപത്യം കോൺഗ്രസ്സിന് ഇപ്പോഴുമുണ്ട്. കഴിഞ്ഞ നിയമസഭയിൽ മാത്രമല്ല അതിനു മുമ്പ് വലിയ രീതിയിലുള്ള ആധിപത്യമുണ്ട്. നമുക്കറിയാം കർണാടക റെക്കോർഡ് ഭൂരിപക്ഷം എന്ന് പറയുന്നത് കനകപുരയിൽ ശ്രീ DK ശിവകുമാർ നേടിയ 1,24,000 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് കനകപുരയിൽ നിന്ന് നേടിയത്. അതാണ് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ റെക്കോർഡ് ഭൂരിപക്ഷം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, കോൺഗ്രസ്സിന് കർണാടകയിൽ വലിയ വേരുകളാണുള്ളത്. നമ്മളിപ്പോൾ ചിക്കമംഗലൂരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി അവർ അടിയന്തരാവസ്ഥ കാലത്ത് വലിയ രീതിയിൽ അവർക്കും ആഭ്യന്തരമായ പ്രശ്നങ്ങൾ നേരിടുന്നു. അന്ന് ഇവിടെ ഉപതെരഞ്ഞെടുപ്പിലൂടെ ചിക്കമംഗലൂരിൽ നിന്ന് 77,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല ബെല്ലാരിയിലാണ് സോണിയാഗാന്ധി 1999 ശ്രീമതി സുഷമ സ്വരാജിനെ 56,100 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി അവർ നിയമസഭയിലേക്ക് എത്തിയത്. അത്തരത്തിൽ കർണാടകയുടെ മണ്ണെന്ന് പറയുന്നത് കോൺഗ്രസ്സിന് എപ്പോഴും വളരെയധികം അനുകൂലമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തവണയും അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാകുമോ? സൗത്ത് ഇന്ത്യ മുഴുവൻ കോൺഗ്രസ്സിനൊരു ആധിപത്യം കൊടുക്കും എന്ന് പലരും പറയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. അത് കർണാടകയുടെ മണ്ണിൽ നടക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. ഇവിടെ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വിധാൻ സൗദ, അതായത് കർണാടക ലെജിസ്ലേറ്റീവ് അസംബ്ലിയുണ്ട്, കൗൺസിലുമുണ്ട്. നമുക്കറിയാം കർണാടക ബൈക്യാമറൽ ലെജിസ്ലേച്ചറാണ് എന്ന് പറഞ്ഞാൽ 2 നിയമസഭകളുണ്ട്. നിയമസഭ എന്ന് പറയുമ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുണ്ട്, കൗൺസിലുമുണ്ട്, MLAമാരുമുണ്ട്, MLCമാരുമുണ്ട്. കർണാടകയുടെ ഒരു പ്രത്യേകതയാണത്. ഇവിടെ മന്ത്രിമാരാകുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ ക്യാബിനറ്റിലെ വകുപ്പ് മന്ത്രിമാരെന്ന് പറയുന്നത് MLAമാർ മാത്രമല്ല MLCമാരും കൂടിയുണ്ട്. അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ലെജിസ്ലേറ്റീവ്
അസംബ്ലി മാത്രമേ ഉള്ളൂ, നിയമസഭയെ മാത്രമേ ഉള്ളൂ, ലെജിസ്ലേറ്റീവ് കൗൺസിലില്ല. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് കുറച്ച് സംസ്ഥാനങ്ങൾക്കേ ഉള്ളൂ. ഉദാഹരണത്തിന് മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾക്കാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാണ് ഇവിടുത്തെ കർണാടക എന്ന് പറയുന്നത്.